ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് പ്ലസ് വൈബ് ഗൈസ്. അപ്പോൾ ഞാൻ എങ്ങോട്ടാ പോണേന്നല്ലേ, നമ്മള് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മൾ ഈ പ്രാവശ്യത്തെ വെക്കേഷന് നമ്മൾ ഇങ്ങോട്ട് പോയില്ല, നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പെട്ടുപോയി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതേ ഫുൾ സെറ്റ് ഉണ്ട്, സുന്ദുട്ടി, കുഞ്ചൂസ്, ഇപ്പം എല്ലാവരും ഉണ്ട്. ഫ്രണ്ടിലുള്ളവരെ ഞാൻ കാണിച്ചേരേ. ചേച്ചിനെ കാണിക്കേണ്ടത്, ചേച്ചി മേക്കപ്പ് പറഞ്ഞേക്കുന്ന ഗൈസ്. ബാക്കി വീഡിയോസ് ഞാൻ വഴിയെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ സെറ്റല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് നമ്മൾ പോയോണ്ടിരിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ജെയിംസ് ആൻ്റെ സ്പെയർ പാർട്സ് ഒരു പാർട്ടിക്ക് കൊടുക്കാണ്ട്, അപ്പോൾ സാധനം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇതാണ്, ഇത് നമ്മുടെ സൈലൻസറാണ് ഓൾട്ടോൻ്റെ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ പോയോണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരാൾ കൂടി കയറിയിട്ടുണ്ട്, വേറെ ആരല്ല, എലിസേട്ടാ. അപ്പൊ എലിസാട്ടൻ കയറിയിട്ടുണ്ട്. അപ്പൊ അവരെയും കൊണ്ട് ഞങ്ങൾ പോവാണ്. അപ്പൊ ഇത് കൊടുത്തിട്ട് വേണം നമുക്ക് ചായ ചിട്ടാ. അപ്പൊ ഞാൻ കാണിക്കാം, ഓക്കെ? അപ്പോൾ ഗൈസ്, നമ്മൾ രാജേഷൻ്റെ കടയിലേക്കാണ് പോകണം കേട്ടോ, വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ നമ്മൾ സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ കൊടുക്കാൻ പോയിട്ട് കൊടുത്തു. അങ്ങനെ അതായത് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കാറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പാട്ടിലാണ്ട് എന്താ ആഘോഷമല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ട്രാക്കൊക്കെ ഇട്ട് പോകുന്നുണ്ട്, പൊളിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ചില്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്രാവശ്യത്തെ ഓണം വെക്കേഷന് നമുക്ക് എങ്ങോട്ടും അങ്ങനെ പോകാനുള്ള ഒരു ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോഴും എങ്ങടെ പോകണമെന്ന് എനിക്ക് കാര്യമായിട്ട് അറിയില്ല കേട്ടോ. വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ നമ്മൾ അടിച്ച് പൊളിച്ച് പോവാണ്. അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ട് മനസ്സിലായോ വന്നല്ലേ തേങ്ങിരിക്കാൻ വന്നല്ലേ പോട്ട സംഭവം അടി 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 ഉന്മാസന മനസ്സിലായോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ എത്തിപ്പെട്ടേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൂണൂൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. കൂണുങ്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ വന്നേക്കണേ കേട്ടോ. അത് കട്ടൻ ചായയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല തളച്ച കട്ടനാണ്. ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ വന്നുപെട്ടേക്കണ സ്ഥലേ ലൈറ്റ് വിത്തൗട്ട്. അപ്പം അതും വന്നിട്ടുണ്ട്. അതെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കയറിയ സ്ഥലത്താണ് കിട്ടിയ ചൂട് പൊറോട്ട. അപ്പോൾ നമ്മളത് കണ്ടാൽ പിന്നെ വിടും നൈസായിട്ടൊന്ന് മിനിങ്ങിയിട്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ വരെ എത്തി. ഈ കൂണുങ്കൽ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെ മൂന്നാറായിട്ട് കേട്ടോ. ഏകദേശം മൂന്നാറിന് അടുത്തെത്തി. ഒരു ചായ കുടിക്കാൻ നമ്മൾ വന്ന സ്ഥലമാണ് കാണുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് മൂന്നാറ് കൂടി കറങ്ങി പോരാമെന്ന് വിചാരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു വിചാരം. ഓക്കെ, കഴിക്കാൻ കയറിയ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ നോക്കി മേടിച്ചിട്ടുണ്ട്. എനിക്ക് പണ്ടേ ഇതൊരു വീക്ക്നെസ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും നമ്മൾ മൂന്നാർ വരെ പോകാമെന്ന് വിചാരിച്ചേക്കാണ്. ഇപ്പം നാളെ ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, സൺഡേ ആണ്. സ്കൂളില്ല, കോളേജില്ല, ഓഫീസില്ല, കടയില്ല, ഒന്നുമില്ല. അപ്പോൾ എന്തായാലും മൂന്നാർ വരെ പോയിട്ട് നമുക്ക് ജസ്റ്റ് എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് മൂന്നാർ വരെ പോണതാണ്. എന്നാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ തീരുമാനം കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഗൈസ്. ഓക്കെ,
ഞാൻ ഇതേ കണ്ണടച്ച് തുറക്കുമ്പോൾ നോക്കണത് കണ്ടത് പറക്കാട്ട് റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല, കാരണം നമ്മൾ പ്രീ പ്ലാൻഡ് ഒന്നും അല്ല, ജസ്റ്റ് ഈ വഴി പോയപ്പം ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അപ്പം നമുക്കറിയില്ല അവൈലബിലിറ്റി, ബുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റൂമിൻ്റെ അവൈലബിലിറ്റി ഒന്നും അറിയില്ല. നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ കിട്ടാറുണ്ട്, കാരണം നമ്മളിവിടെ വരുമ്പം മൂന്നാറുണ്ടെങ്കിൽ നമ്മൾ പറക്കാട്ട് തന്നെയാണ് ചൂസ് ചെയ്യുള്ളൂ. കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയി നമുക്ക് എന്താ പറയുക അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. പറക്കാട്ടിൽ വന്നതിന് ശേഷം പിന്നെ പറക്കാട്ട് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പം കിട്ടിയ സെയിം റൂമാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത്. അപ്പോൾ അത് വല്ലാത്തൊരു എന്താ പറയുക ഞങ്ങൾ ആകെ വണ്ടറടിച്ച് പോയി, കാരണം ആ സെയിം റൂം കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നല്ല ലക്ഷറി ആയിട്ടുള്ള സ്യൂട്ട് റൂമാണ് കേട്ടോ. അപ്പം അരുൺ എന്ന് പറഞ്ഞൊരു പയ്യനാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം, വൈഫൈയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നാലും അത് അവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ എടുത്ത് പറയണം. അപ്പം ഞങ്ങൾ നൈസായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ഏരിയയിലോട്ട് പോയിട്ടുണ്ട്, അതായത് എൻട്രൻസിലോട്ട് പോയിട്ടുണ്ട്. അപ്പം അവിടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സ്ഥലത്താണ് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ, ഡെയിലി ഇവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ വിശേഷ ദിവസങ്ങളിൽ നടക്കുന്ന ക്യാമ്പ് ഫയർ അത് വല്ലാത്തൊരു ഫീലാണ്. ഞങ്ങൾ കഴിഞ്ഞ ന്യൂ ഇയറിന് ഇവിടെയായിരുന്നു ആഘോഷിച്ച, കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിഡിലനായിരുന്നു, തകർത്ത് ഞങ്ങൾ വാരി. അപ്പോൾ എല്ലാ ദിവസവും ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ചില്ലായിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പറക്കാടിൻ്റെ ഫ്രണ്ടേജ്, അതായത് ഒരു ഫോട്ടോ സെഷനൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ വൈകുന്നേരത്തെ നൈറ്റ് വ്യൂ ആണ് കേട്ടത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓരോ ഭാഗത്തും കോടയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വിചാരിച്ചത്ര റഷും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ തണുപ്പ് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല, കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ. അപ്പോൾ ചേച്ചിയും ചേട്ടനും പിള്ളേർ സെറ്റും മേളിയും ഞാനൊക്കെ ഉണ്ട്. അപ്പം രാത്രി ആവും തോറും തണുപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റും നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞാനും എളിയും മാത്രം താഴോട്ടൊന്ന് പോയി ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം എന്താ പറയുക രാത്രിയാവും തോറും തണുപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതൊരു വല്ലാത്തൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ്. ഈ 11:30 നേരത്തൊക്കെ ഞങ്ങൾ ഇറങ്ങി നടന്ന്. അപ്പോൾ ഇതൊരു ബാലികേറാമലയാണ്, കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. വണ്ടി നമ്മളെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഒറ്റ സ്ട്രെച്ചിൽ പോയില്ലെങ്കിൽ പിന്നെ കയ്യിൽ നിന്ന് പോകും. അപ്പം നമ്മുടെ പറക്കാട്ടും കാര്യങ്ങളൊക്കെ ഇതാണ്. ഒട്ടും പ്രതീക്ഷയില്ല നമ്മളിന്നിവിടെ സ്റ്റേയിങ് ആണെന്ന്. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണിക്കാം. ടാറ്റാ ബൈ ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.